ക്രിസ്മസ് രാത്രിയിൽ കത്തിയമർന്ന സ്വന്തം വീടിന്റെ ഉള്ളിൽ ഇല്ലാതായ കുരുന്നു ജീവനുകൾ. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ എങ്ങോ പോയി മറഞ്ഞ ബാല്യങ്ങൾ. ഇന്നത്തെ കഥ അവർക്കൊപ്പം. വരൂ നമുക്ക് തുടങ്ങാം അവരുടെ കഥയുമായി. ദ സോളാർ മിസ്റ്ററി വിത്ത് മൈ ചാനൽ. ജോർജിനും ജെന്നിക്കും 10 കുട്ടികളുണ്ടായിരുന്നു. 1945 ഒരു ക്രിസ്മസ് രാത്രിയിൽ പുകയുടെ മണം അടിച്ചാണ് ജെന്നി എഴുന്നേറ്റത്. തൻ്റെ ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം കഴിഞ്ഞ വീടിന് തീപിടിച്ചിരിക്കുന്നു. 7 മണിക്കൂർ കഴിഞ്ഞാണ് അഗ്നിശമന സേന എത്തിയത്. അപ്പോഴേക്കും 2 നിലയുള്ള വീട് പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. മാത്രമല്ല കുടുംബത്തിലെ 5 കുട്ടികളെ കാണാതായിരിക്കുന്നു. ഇവർ ഏറെ തിരഞ്ഞിട്ടും കുട്ടികളെ കണ്ടെത്താനായില്ല. അവരുടെ മൃതാവശിഷ്ടങ്ങൾ പോലും ആ ചാരക്കൂനയിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. എല്ലാവരും അവർ മരിച്ചെന്ന് പറഞ്ഞെങ്കിലും ജോർജിനും ജെന്നിക്കും തൻ്റെ മക്കളുടെ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്മിത്സോണിയൻ മാഗസിനിൽ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ജോർജ് കുട്ടികളെ രക്ഷിക്കാൻ ഗോവണി എടുക്കാൻ പോയപ്പോൾ ആ ഗോവണി അവിടെ ഉണ്ടായിരുന്നില്ല. ഫയർ അലേർട്ട് നമ്പറിൽ വിളിക്കാൻ നോക്കിയപ്പോൾ ഫോൺ കട്ടായിരുന്നു. ഇത്രയും തീ ആളി പടർന്നിട്ടും കുട്ടികളുടെ മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാത്തത് ഇതെല്ലാം എന്തോ നിഗൂഢതയുണ്ടെന്ന് ജോർജ് വിശ്വസിച്ചു. തൻ്റെ മക്കളെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ജോർജ് കരുതി. ജോർജും ജെന്നിയും തങ്ങളുടെ മക്കളെ അന്വേഷിക്കാൻ തയ്യാറായി. അവരുടെ കാണാതായതിന്റെ വാർത്ത പത്രങ്ങളിലും പോസ്റ്ററുകളിലും പ്രസിദ്ധീകരിച്ചു. കുട്ടികളെ കണ്ടെത്തി നൽകുന്നവർക്ക് പ്രതിഫലം നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. ഇതിനുശേഷം അവരെ കണ്ടതായി പറഞ്ഞു പലരും മുന്നോട്ട് വന്നു. ഒരു സ്ത്രീ പറഞ്ഞത് തീ പടർന്ന സമയത്ത് 5 കുട്ടികളെയും കൊണ്ട് ഒരു കാർ അതുവഴി കടന്നുപോയത് കണ്ടതെന്നാണ്. 1967 ജെന്നിയുടെ പേരിൽ പോസ്റ്റൽ വഴി ഒരു കവർ വന്നു. കെന്റാക്കിയിലെ സെൻട്രൽ സിറ്റിയിൽ നിന്ന് പോസ്റ്റ് മാർക്ക് ചെയ്ത കവറിനുള്ളിൽ തന്റെ മകനായ ലൂയിസിനോട് സാമ്യമുള്ള ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോയുടെ പിൻവശത്ത് ലൂയിസ് സോളാർ എന്ന് എഴുതിയിരുന്നു. കൂടെ ഒരു നിഗൂഢ സന്ദേശവും ഉണ്ടായിരുന്നു. അത് തങ്ങളുടെ മകനാണെന്ന് ജോർജും ജെന്നിയും വിശ്വസിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കത്തിനകത്തുണ്ടായിരുന്ന സന്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മക്കളെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അവർ വിശ്വസിച്ചു. 1976 ചാൾസ്റ്റൺ ഡെയിലി മെയിലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രതീക്ഷ കൈവിടാൻ കഴിയുന്നില്ല എന്നാണ് ജെന്നി പറഞ്ഞത്. 1969 ജോർജും 1989 ജെന്നിയും മരണമടഞ്ഞു. എന്നാൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളും ഡിറ്റക്റ്റീവുകളും അവരുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള തെളിവുകൾക്കായി ഇന്നും തിരച്ചിൽ തുടരുന്നു. Thanks for watching. If you like my videos, don't forget to like and subscribe.